ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ കാൽ കഴുകിയുള്ള റീൽസ് ചിത്രീകരിച്ച ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറിനെതിരെ പരാതി. ഗുരുവായൂർ ദേവസ്വമാണ് പോലീസിൽ പരാതി നൽകിയത്. എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്തൊരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായിട്ട് മനസ്സിലാക്കുന്നു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചു ചെയ്തതല്ല. അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അല്ല, ഈ അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു അലങ്കാരമല്ലല്ലോ. കാരണം ഒരു സ്ഥലത്ത് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അത് ചെയ്തിട്ട് പിന്നെ അത് അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് പറയുന്ന അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. വിഷയം എന്താണെന്നുള്ളതല്ലേ. ജാസ്മിൻ ജാഫർ, ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ്, മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് ജാസ്മിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ അമ്പലക്കുളത്തിൽ കാൽ കഴുകി എന്നതാണ് വിഷയം. ഗുരുവായൂർ ദേവസ്വം ബോർഡ് കേസ് കൊടുത്തു. കാൽ കഴുകുന്നു മാത്രമല്ല, അത് വീഡിയോ എടുത്തിട്ട് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് കേസിന് ആസ്പദമായ സംഭവം എന്ന് പറയുന്നത്. നമുക്കറിയാം, മുൻപ് ജസ്ന സലീം ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിൽ കേക്ക് കട്ട് ചെയ്തതിൻ്റെ പേരിൽ സുപ്രീം കോടതിയുടെ ഓർഡറായിരുന്നു, ഇനി അവിടെ റീൽ ചിത്രീകരണമോ അല്ലെങ്കിൽ വീഡിയോ ഷൂട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല, ചെയ്യാൻ പാടില്ല എന്നുള്ളത്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം ഞാൻ ഗുരുവായൂർ പോയപ്പോഴും മൊബൈൽ കയ്യിലെടുക്കാൻ പറ്റില്ല. അവിടെ ചെല്ലുമ്പോൾ തന്നെ ക്ലോക്ക് റൂമിൽ ഇവരുടെ ചെരുപ്പും മറ്റും ബാഗൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് നമ്മുടെ മൊബൈൽ ഉൾപ്പെടെ ഏൽപ്പിക്കണം. അതിനുശേഷം പുറത്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അത് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. വീഡിയോ എടുക്കുന്ന തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ സെക്യൂരിറ്റി വരുന്നു, നമ്മളെ പുറത്തേക്ക് വിടുന്നൊരു രംഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ സെലിബ്രിറ്റീസ് ആയി കഴിഞ്ഞാൽ എന്തുമാകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇത്രയും വിശദമായിട്ട് തുടക്കത്തിൽ കണ്ട വാർത്തയുടെ ബാക്കി ഞാൻ കേൾപ്പിക്കാം. ആ വാർത്തയിൽ വളരെ മനോഹരമായിട്ട് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ജാസ്മിൻ അവിടെ അമ്പലക്കുളത്തിൽ കാല് കഴുകുന്നതും മയിൽപ്പീലി കൊണ്ടുള്ള കുറേ രംഗങ്ങളും ഒക്കെ കാണിച്ച് റീൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ കേസ് കൊടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്തൊരു അമ്പലം എന്തിനാണ് മറ്റുള്ളവരുടെ വിശ്വാസത്തെയും അല്ലെങ്കിൽ ആചാരത്തെയും വ്രണപ്പെടുത്തുന്ന ലെവലിൽ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അമ്പലത്തിൽ പോകുന്നത് വിശ്വാസികളാണ്, അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നതാണ്. പള്ളിയിൽ പോകുന്നത് വിശ്വാസികളാണ്, അവരും പോകുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അവിടെ പോയിട്ട് ഇമാതിരി കോപ്രായങ്ങൾ എന്തിനാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യത്തിന് അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ജാസ്മിൻ ജാഫർ ആയതുകൊണ്ട് ഒരു പ്രശ്നം വരില്ലേ? അല്ലെങ്കിൽ ജസ്ന സലീം ആയതുകൊണ്ട് പ്രശ്നം വരില്ലയോ? സാധാരണക്കാരൻ പോകുമ്പോൾ മാത്രമേ സെക്യൂരിറ്റീസിന് പ്രശ്നമുള്ളൂ. ഇവർക്ക് എങ്ങനെ അകത്ത് കയറാൻ പറ്റുന്നു? അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത അമ്പലത്തിൽ ഇവർക്ക് എങ്ങനെ പ്രവേശിക്കാൻ സാധിക്കുന്നു? ഇവിടെ ഞാൻ ഒരു മതത്തെയും വ്രണപ്പെടുത്താൻ വേണ്ടി സംസാരിക്കുന്നതല്ല. ഞാൻ ഒരു മതത്തിനും എതിരല്ല. ഒരു പ്രത്യേകമായിട്ടൊരു മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ചു, എന്നാൽ പള്ളിയിൽ പോകാറുണ്ട്, ഈവൻ മുസ്ലിം പള്ളിയിൽ പോകാറുണ്ട്, ഇപ്പം ഭീമാ പള്ളിയിലൊക്കെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇവരെന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്നത്? എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ അത് പ്രശ്നമാകുന്നു അല്ലെങ്കിൽ പ്രശ്നമായി എന്ന് കാണുമ്പോൾ വന്നൊരു സോറി പറയുക. ചെയ്തത് തെറ്റാണെന്ന് അറിയില്ലായിരുന്നു, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. എന്ത് അറിവില്ലായ്മയാണ് ഉദ്ദേശിക്കുന്നത്? അവിടെ റീൽ എടുക്കാൻ പാടില്ല എന്നുള്ളത് കോടതി ഉത്തരവാണെന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്ന ജാസ്മിൻ ജാഫറിന് അറിയില്ലെന്നാണോ? അറിവില്ലായ്മ എന്ന് പറയുന്ന വാക്കുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണോ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന അതേ കാര്യം ചെയ്യുക എന്ന് പറയുന്നത് അത് ശിക്ഷാർഹമായ തെറ്റ് തന്നെയല്ലേ? നിങ്ങളെപ്പോലെ തന്നെയാണ്, ഇപ്പോൾ ജാസ്മിൻ ജാഫറെ പോലെ തന്നെയാണ് അവിടെ വരുന്ന ഓരോ വ്യക്തികളും. അവർക്ക് ആർക്കുമില്ലാത്ത എന്ത് പ്രിവിലേജാണ് ജാസ്മിനുള്ളത്? ജാസ്മിൻ അറിയില്ല, മറ്റുള്ള ആൾക്കാർ വരുമ്പോഴേക്കും അവിടെ സെക്യൂരിറ്റി ആട്ടി ഓടിക്കുന്നു. ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ റീൽ ചിത്രീകരണം പാടില്ല, മൊബൈൽ വീഡിയോഗ്രാഫി പാടില്ല, ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് നിങ്ങൾ ഈ അറിവില്ലായ്മ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊന്ന് വ്യക്തമാക്കിയാൽ നല്ലതായിരുന്നു. സാധാരണ എല്ലാ വിഷയങ്ങളിലും എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ജാസ്മിൻ വീഡിയോ സഹിതം വന്ന് സംസാരിക്കുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായിട്ട് അവസാനിപ്പിച്ചു. ഞാൻ ആ സ്റ്റോറി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ ആ വാർത്തയുടെ ഭാഗത്തേക്ക് പോകാം. ഞാൻ ആദ്യം സ്റ്റോറി വായിക്കാം, എന്നിട്ട് നമുക്ക് ആ വാർത്ത വിശദമായിട്ട് കേൾക്കാം. എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായിട്ട് മനസ്സിലാക്കുന്നു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചു ചെയ്തതല്ല. അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. മാപ്പ് പറഞ്ഞതിനെയോ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇത് നിങ്ങളുടെ അറിവില്ലായ്മ എന്ന് പറഞ്ഞ് ചെറുതാക്കി കാണിക്കാൻ പറ്റില്ല. കാരണം ഇത് അറിവില്ലായ്മയല്ല. ഒരു ക്ഷേത്രത്തിൽ അവിടുത്തെ ആചാരപ്രകാരം അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ അവിടുത്തെ അമ്പലക്കുളത്തിൽ ഇറങ്ങി കാല് കഴുകുന്നു, അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒന്നാമത് മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന ഒരു നാടാണ്. എന്തെങ്കിലും ചെറിയൊരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. അവർക്കിടയിൽ ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ ഉറപ്പായിട്ടും പല രീതിയിലുള്ള സംഘർഷങ്ങൾക്കും അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണം ഉണ്ടാവും. ജാസ്മിൻ അത് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് കൈ കഴുകാനും പറ്റില്ല. ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്തിനു ചെയ്തു എന്നതാണ് ചോദ്യം. കോടതി ഉത്തരവാണ്, അവിടെ വീഡിയോ ഷൂട്ടിംഗ് പാടില്ല. അപ്പം നിങ്ങൾ കോടതി ഉത്തരവിനാണ് ധിക്കരിച്ചിരിക്കുന്നത്. അത് ജാസ്മിൻ ജാഫറിന് നേരത്തെ ഞാൻ ചോദിച്ച പോലെ എന്ത് പ്രിവിലേജാണ് അതിനുള്ളത്? അപ്പോൾ കുറേയൊക്കെ
അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ജാസ്മിൻ്റെ കുറേ റാൻമൂളികൾ ഓടി വരുമായിരിക്കും, വരാം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ. നീ ആരാടാ ജാസ്മിനെ പറയാനും ചോദിച്ചിട്ട്. ചെയ്തത് തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും അതേക്കുറിച്ച് സംസാരിക്കാനും ഏതൊരാൾക്കും റൈറ്റ് ഉണ്ട്. ഇവിടെ ജാസ്മിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് തന്നെയാണ്. നമുക്ക് എന്തായാലും ആ വാർത്ത ഒന്ന് കേൾക്കാം. എന്താണ് ജാസ്മിനെ കുറിച്ചുള്ള കേസ് എന്നുള്ളത്. ക്ഷേത്രക്കുളത്തിൽ കാൽ കഴുകിയുള്ള റീൽസ് ചിത്രീകരിച്ച ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറിനെതിരെ പരാതി. ഗുരുവായൂർ ദേവസ്വമാണ് പോലീസിൽ പരാതി നൽകിയത്. വിലക്ക് മറികടന്ന ജാസ്മിൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തീർത്ഥക്കുളത്തിൽ കാല് കഴുകി റീൽസ് ചിത്രീകരിച്ചെന്നാണ് പരാതി. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, എന്താണ് പരാതിയിലെ വിശദാംശങ്ങൾ? കഴിഞ്ഞ 3 ദിവസം മുൻപാണ് ജാസ്മിൻ ജാഫർ എന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിൽ ബിഗ് ബോസ് താരമായ ജാസ്മിൻ ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവച്ചിരുന്നത്. ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ എത്തുകയും അവിടെ കാൽ നനയ്ക്ക് വീഡിയോ ചിത്രീകരിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ കാണാനാകുന്നത്. എന്നാൽ ക്ഷേത്രത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതും ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങുന്നതും അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനടക്കം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്കുണ്ട്. ഇതെല്ലാം മറികടന്നുകൊണ്ട് വീഡിയോ ചിത്രീകരിച്ചതിനെതിരെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ടെമ്പിൾ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. മത വൈരാഗ്യമടക്കം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളതാണ് കലാപാഹ്വാന പ്രകാരമുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അഡ്മിനിസ്ട്രേറ്ററുടെ പരാതി സ്വീകരിച്ചിട്ടുണ്ട്. കേസ് എടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ച് വരികയാണെന്നും നിയമവശങ്ങൾ പരിശോധിച്ച് കേസെടുക്കുന്നത് അടക്കം തുടർ നടപടികളായി സ്വീകരിക്കുമെന്നുമാണ് ടെമ്പിൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. 3 ദിവസം മുൻപാണ് ജാസ്മിൻ ജാഫറിന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ ഇത്തരത്തിൽ വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് ജാസ്മിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നേരത്തെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെത്തി ചിത്രീകരിക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുകയും ചെയ്ത കോഴിക്കോട് സ്വദേശിയായ മറ്റൊരു യുവതിക്കെതിരെയും ദേവസ്വം പരാതി നൽകുകയും ടെമ്പിൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് സമാനമായ സംഭവമാണ് ഇത്തവണയും ആവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശന നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. ഈ മറ്റൊരു യുവതി എന്ന് പറഞ്ഞത് ആരെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജസ്ന സലീമിനെയാണ്. ഇവരൊക്കെ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്ക് പോലും ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് പോയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ പോകുന്നത്. ഇപ്പം ജസ്ന സലീം വന്നിട്ട് അന്ന് അമ്പലത്തിന് മുന്നിൽ നിന്ന് കേക്ക് കട്ട് ചെയ്തപ്പോൾ അവിടെ വന്ന നിയമമാണ് ഇനി ഇവിടെ വീഡിയോ ചിത്രീകരണം പാടില്ല. ഇത് ബുദ്ധിമുട്ടിലാക്കുന്ന സാധാരണക്കാരെയാണ്. കാരണം ഒരു കുഞ്ഞൂണ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കല്യാണ ചടങ്ങോ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാഹന പൂജയോ ഇതൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് സൂക്ഷിക്കണമെന്ന് ഏതൊരാൾക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇതുപോലുള്ള പേക്കൂത്തുകൾ കാണിച്ചിട്ട് ഇത്തരം നിയമങ്ങളവിടെ വരുമ്പോൾ അത് ബാധിക്കുന്നത് സാധാരണക്കാരെ കൂടിയാണ്. അപ്പം അതൊന്നും മനസ്സിലാക്കാതെ ഇവർക്ക് എന്തും കാണിക്കാം, ഇവരെ ഒന്നും ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ളൊരു അഹങ്കാരം തന്നെയാണ് ഇത്തരം പ്രവർത്തികളിലേക്ക് ഇവരെ നയിക്കുന്നത്. വളരെ മോശമായിപ്പോയി. കാര്യം ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പാടില്ലെന്ന് പറഞ്ഞാൽ ചെയ്യരുത്. പിന്നെ ഇവരെ അവിടേക്ക് കൊണ്ടുപോയത് ആരാണ്? ഇനി ഒരു ജാസ്മിൻ ജാഫറിൽ തീരുന്നില്ല ഇത്. ഞാൻ ഇന്ന് രാവിലെ ഗോപ്രോ മച്ചാൻ്റെ വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. റനീഷ റഹ്മാൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. ജാസ്മിൻ്റെ മുൻപുള്ള സീസണിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ്, അഖിൽമാരൊക്കെ ഉള്ള സമയത്തുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ്. റനീഷയും ഇതേപോലെ റീൽ അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതൊന്നും എടുക്കുമ്പോൾ ആരും കാണുന്നില്ലേ? സെക്യൂരിറ്റി കാണുന്നില്ലേ? പോയി വിലക്കാൻ ആളില്ലേ? ഇത് എടുത്തു കഴിഞ്ഞ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴാണ് ജനങ്ങൾ ഇത് അറിയുന്നത്. അപ്പോൾ അവിടെയുള്ള ജോലിക്കാർ അല്ലെങ്കിൽ അവിടെയുള്ള സെക്യൂരിറ്റി സ്റ്റാഫുകൾ എന്ത് മാലമറിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നത്? എനിക്കറിയാത്തതിന് ഞാൻ ചോദിക്കാം. സാധാരണക്കാർ പോയിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഇവരെ പോലുള്ള ആൾക്കാർ പോയി ചെയ്യുമ്പോൾ അത് പ്രശ്നമല്ല, കണ്ണടച്ചു കൊടുക്കും അല്ലേ? ഇത് നല്ലൊരു കാര്യമല്ല. അവിടെയുള്ള നിയമപ്രകാരം അവിടെ റീൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ സമ്മതിക്കരുത്. അത് സാധാരണക്കാരനെന്നോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനോ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ചില ആൾക്കാർക്കൊരു നിയമം, ചില ആൾക്കാർക്ക് വേറൊരു നിയമം. അതെന്താണ്? അല്ല, ഇത് ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയല്ലേ? എന്നിട്ടൊരു ന്യായീകരണവും അറിവില്ലായ്മ കൊണ്ടാണ്. എന്തറിവില്ലായ്മ എന്നാണ് പറയുന്നത്? ഇത് അറിവില്ലായ്മയല്ലേ, ശുദ്ധ അസംബന്ധം അല്ലെങ്കിൽ അഹങ്കാരം എന്ന് പറയേണ്ടി വരും. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.